ആ പിന്നെയും കുളിച്ചോ അപ്പു? ആദ്യം ഒരു കോൾ ചെയ്ത് വരുമ്പോൾ കാണുന്നത് കണ്ണാടിക്ക് മുമ്പിൽ നിന്നും തല തൂർത്തുന്നവളെയാണ്. കടും പച്ച നിറത്തിലുള്ള ഒരു ധാവണിയാണ് എടുത്ത് ചുറ്റിയിരിക്കുന്നത്. അവനിൽ ഒരു ചിരി വിടർന്നു. ക്ഷീണം തോന്നി, അതാ. തലയും കുമ്പിട്ട് പറയുന്നവൾ തലകുനിച്ച് നിൽക്കുന്നതിന്റെ കാരണം അറിയുന്നതുകൊണ്ട് തന്നെ ആദിയുടെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞു. എന്തിനാ എന്റെ കിളിക്കുഞ്ഞ്? എന്താ അപ്പൂനത് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ടെന്നേ. ഇഷ്ടമില്ലാഞ്ഞിട്ട് ഇത്രയും സമയട്ടില്ലേ? അതും എനിക്ക് വേണ്ടി മാത്രം. നിനക്ക് ഏതാണോ കംഫർട്ട് അത് ധരിച്ചാൽ മതി. അവൾക്ക് ഇരുവശവും കൈകുത്തി വെച്ചുകൊണ്ട് തിളങ്ങുന്ന ആ കാപ്പി കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് പറച്ചിൽ. ഒരു നിമിഷം അവളുടെ ചൊടികളൊന്ന് വിടർന്നു. അകന്നു മാറുന്ന അത്തരങ്ങൾ ഉള്ളിലേറിയ മിടിപ്പോട് അവൻ നോക്കി കണ്ടു. കൂത്തിപ്പിക്കില്ലേ അപ്പൂ? ആദരങ്ങളെ വിരൽ വെച്ചൊന്ന് തഴുകിയവൻ മീരയുടെ പുഞ്ചിരിക്കും മാറ്റേറിയതുപോലെ, അത്രമേൽ അവനെ മോഹിക്കുന്നത് പോലെ. ഈ പെണ്ണ് അവളിൽ നിന്നൊരു മുകളിൽ ഉയർന്നു. അടുത്ത നിമിഷം അവളെ എടുത്തുയർത്തി ആ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിയവൻ. ഉള്ളം കൈയിൽ കരുതലോടെ പൊതിഞ്ഞു പിടിച്ചൊരു തൂവൽ പോലെ മീരയുടെ കൈകൾ അവനിൽ മുറുകി. ചുണ്ടുകളിൽ അവരെ പൊതിഞ്ഞു. അലസമായി ഉടുത്ത ധാവണി അവളുടെ തോളിൽ നിന്നും താഴെ വീണു. മാറുകൾ അവന്റെ നഗ്നമായ നെഞ്ചിൽ ഞെരിഞ്ഞു. രണ്ടുപേരും ഒരുപോലെ അറിഞ്ഞ ചുംബനം. ആദ്യം അവളെ വിട്ടകന്നു. കിതച്ചുകൊണ്ട് വീണ്ടും അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു. പുഞ്ചിരിയാണ് ഇരുവരിലും പ്രണയം നൽകുന്ന പുഞ്ചിരി. കുഞ്ഞുമണി, സുഖല്ലേ മോൾക്ക്? ആ ചെകുത്താ നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ? അജുവിന്റെ സ്വരം കാതിൽ പതിച്ചതും അത്രയും ഭംഗിയുള്ള ഒരു പുഞ്ചിരി അവളുടെ ചൊടികളിൽ വിടർന്നുപോയി. മോളെ, ഏട്ടാ, നീ കഴിച്ചോ? ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവന്റെ സ്വരമൊന്നിടറി. പറഞ്ഞറിയിക്കാനാവാത്തൊരു ആത്മബന്ധം അവളോട് തോന്നുന്നുണ്ട്. അജുവിന്റെ ഹൃദയത്തിൽ അവൾക്ക് മാത്രമായി ഒരു കുഞ്ഞു പെങ്ങളുടെ സ്ഥാനമുണ്ട്. ഏട്ടനോ? പതിയാണ് ആ ചോദ്യം. അജു ഫോൺ സ്പീക്കറിലിട്ട് വെച്ചേക്കുവാണ്. അവളുടെ ശബ്ദം കേൾക്കാൻ അതേ മാർഗമുള്ളൂ. ഞാൻ കഴിച്ചു. പിന്നെ പെട്ടെന്നെങ്കിൽ പോരാ കാലിനോട് പറയണേ. എന്റെ കൊച്ചു പറഞ്ഞ അവൻ കേൾക്കും. വീണ്ടും കുറച്ചു നേരം കൂടി ഏട്ടൻ അനിയത്തി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയല്ല, അജുവാണ് സംസാരിക്കുന്നത്. മീരെല്ലാം കേട്ട് മോളും. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഒതുക്കും. അതും അജുവിനോടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ പെണ്ണിന്റെ സ്വരം കേൾക്കാൻ ഇത്തിരി പാടാണ്. ആദിയുടെ മടിയിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അവനും കേൾക്കുന്നുണ്ട് അജു പറയുന്നത്. തങ്ങളെ കാണാത്തതിന്റെ സങ്കടം അവനുണ്ടെന്ന് ആദിക്കും അറിയാം. പക്ഷെ മീരയും കൊണ്ട് ഇനി ആ വീട്ടിൽ നിൽക്കാൻ തോന്നിയില്ല ആദിക്ക്. കുറച്ചു ദിവസം തങ്ങൾ മാത്രമായി വേണമെന്ന് തോന്നിപ്പോയി. അതിലും അപ്പുറമായി ചന്ദ്രശേഖരന്റെ കൊലയാളിയെ പോലീസ് പിടികൂടിയ വാർത്ത അവൾ ഒരിക്കലും അറിയേണ്ടെന്ന് കരുതി. അറിഞ്ഞാൽ അവൾ സത്യയെ വെറുക്കും, ഭയക്കും. അതൊരിക്കലും പാടില്ല. പെട്ടെന്ന് എല്ലാ സത്യം അവൾ അറിയിക്കാൻ കഴിയില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാം അവളോട് എങ്ങനെ പറയണമെന്ന് ആദിക്കറിയില്ല. കഴിഞ്ഞ 18 വർഷങ്ങൾക്കിടയിൽ അവൾ മനസ്സോർന്ന് സന്തോഷിക്കുന്ന നിമിഷങ്ങളാണിപ്പോൾ. ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി മാത്രം മതി അത് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന ആദ്യത്തെ സിറ്റുവേഷൻ ഇതായിരിക്കും. എങ്ങനെ പറയാ അവളോട്? ഇത്രയും കാലം അപ്പ എന്ന് വിളിച്ച് അവൾ സ്നേഹിച്ചത് അവളുടെ സ്വന്തം അച്ഛനെയും അമ്മയെ ഇല്ലാതാക്കാൻ കൂട്ടു നിന്നവരെയാണെന്ന്. എല്ലാവരും ഉണ്ടായിട്ടും അനാഥയെ പോലെ കഴിയേണ്ടി വന്നതാണെന്ന്. ആദ്യേട്ടാ? ഒരു നിമിഷം എന്തൊക്കെയോ ചിന്തകളായിരുന്നവൻ ഒരു ഞെട്ടലോടെ മീരയെ നോക്കി. നേർത്തൊരു ചിരിയോടെ അവനെ നോക്കിയിരിപ്പുണ്ട് പെണ്ണ്. അജുവിനോട് സംസാരിച്ചതിന് സന്തോഷം ആ കണ്ണിൽ കാണാം. അവളൊന്നും പറയാതെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം വെച്ച് കിടന്നു. പെണ്ണവിടെ ഉമ്മ വയ്ക്കുന്നവൻ അറിയുന്നുണ്ട്. നിന്നോടൊരു കുറുമ്പ് പോലും പറയാൻ വയ്യില്ല അപ്പൂ. അതൊക്കെ കാറിയിട്ട് എടുത്തു കളയും നീ. ഉള്ളിലായി ഓർക്കെ അത്ര നേരം അലട്ടിയ ചിന്തകളെല്ലാം മറന്നുകൊണ്ട് ആദ്യമൊന്ന് പുഞ്ചിരിച്ചു പോയി. മയക്കം അവളുടെ കണ്ണുകളെ വന്ന് പൊതിയുവോളം അവളുടെ ചുണ്ടുകൾ അവനിൽ പലതവണ അമർന്നിരുന്നു. ഇരുട്ട് നിറഞ്ഞ ആ മുറിക്കുള്ളിൽ ഒരു ചെയറിലായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നവൻ. തളർന്നുള്ളൊരു മയക്കത്തിലായിരുന്നവൻ 24 മണിക്കൂറിന് മീതെയായി ആ റൂമിൽ കൊണ്ടുവന്നിട്ടിട്ട് അടുത്തേക്ക് വരുന്ന കാലടികളുടെ ശബ്ദമറിയെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഞെട്ടി എഴുന്നേറ്റുപോയി ദത്തൻ. മീരയെ കൈവിട്ടുപോയതിന്റെ ദേഷ്യത്തിലും പകയിലും വീട്ടിലെത്തിയ ഉടനെ കാറുമായിട്ട് ഇറങ്ങിയതായിരുന്നു ദത്തൻ. അവളെ മറ്റൊരുവൻ സ്വന്തമാക്കിയെന്ന ചിന്ത, അവളുടെ ശരീരം അവൻ ആസ്വദിച്ചു കാണുമെന്നുള്ള അമർഷം, അതിലുമപ്പുറം അവളുടെ കണ്ണിൽ കണ്ട പ്രണയം, അവന്റെ കൈക്കുള്ളിൽ അവകാശത്തോട് ഒതുങ്ങി നിന്നവൾ, എന്നും എപ്പോഴും തന്നെ ഭയത്തോടെ നോക്കിയവൾ, തന്നെയും മറികടന്ന് അവന് വരിഞ്ഞു മുറുക്കിയ കാഴ്ച. ഒരിക്കൽ കൂടി അതുള്ളിൽ തെളിയെ സർവ്വ നിയന്ത്രണങ്ങൾ അവന് നഷ്ടമായി. കാറ് നേരെ ചെന്ന് മുന്നിൽ കാണുന്ന മരത്തിലിടിച്ചു. പാതിബോധത്തിലും അറിഞ്ഞതാണ് ആരൊക്കെയോ ചേർന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു. മുന്നിൽ നിൽക്കുന്ന പരിചയമില്ലാത്തൊരു മുഖം കാണെ ദത്തന്റെ കണ്ണുകളൊന്ന് കുറുകി. എന്നെ മനസ്സിലായി കാണില്ല അല്ലേ ദത്ത? ഉച്ചത്തോടെ ചോദിച്ചുകൊണ്ട് അൻഷാവിന് മുമ്പിലെ ചെയറായിട്ടിരുന്നു. ദത്തനെ നോക്കും തോറും അവന്റെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടമായിരുന്നു. അപ്പുവിന്റെ ഭയന്നുള്ള മുഖമാണ് അൻഷിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. കണ്ണടച്ചാൽ അവളുടെ കരച്ചിലാണ്. അവൾ എങ്ങനെയായിരുന്നു എന്തൊക്കെ അനുഭവിച്ചെന്നൊരു ഉത്തരം പറയുമ്പോൾ തന്നെ അൻഷി തീരുമാനിച്ചതാണ് ആദിക്കും ഏട്ടന് മുമ്പേ ദത്തനെ തന്റെ കൈകൾ കൊണ്ട് തീർക്കുമെന്ന്.
അപ്പയും അമ്മയും തങ്ങളുടെ കൈവെള്ളയിൽ വെച്ചെന്ന നിധിയായിരുന്നു അവൾ. ഇത്രയും കാലം കയ്യെത്തും ദൂരം ഉണ്ടായിരുന്നിട്ടും അറിയാതെ പോയി തങ്ങളുടെ അപ്പുവിനെ. 2 ഏട്ടന്മാർ ജീവനോടെ ഉണ്ടായിട്ടും ആരോരുമില്ലാത്തതുപോലെ അവൾ. ഓരോന്ന് ഓർക്കും തോറും അവന്റെ മുഖം വലിഞ്ഞു മുറുകി. ആരാ നീ? എന്താ നിനക്ക് വേണ്ടേ? ദത്തന്റെ ചോദ്യത്തിന് മുഷ്ടിയിരുട്ടിയ മുഖത്തിനൊരു പഞ്ചായിരുന്നു അനുഷിന്റെ മറുപടി. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ നീക്കത്തിൽ ദത്തൻ ഉറക്കെ കരഞ്ഞുപോയി. വല്ലാത്തൊരു ആനന്ദത്തോടെ ആൻഷ കാഴ്ച നോക്കി നിന്നു. ഒരു ആർമിക്കാരനെ ടോർച്ചർ ചെയ്യാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ? ആൻഷ ഉറക്കെ പറയുമ്പോൾ ആ അവസ്ഥയിലും ദത്തന്റെ കണ്ണുകൾ ഒരു വേട്ടക്കാരനെ പോലെ തിളങ്ങി. വല്ലാത്തൊരു പുഞ്ചിരി അവനിൽ നിറഞ്ഞു. അടുത്ത നിമിഷം കാലുയർത്തി അവന്റെ അടിനാപിക്കിട്ടൊരു ചവിട്ടുകൂടി കൊടുത്തു ആൻഷ്. അവൾക്ക് വേണ്ടിയാണോ? എത്ര വേണമെങ്കിലും തല്ലുള്ളൂ ഞാൻ. അത്രയും സുന്ദരിയാവള്. അവനെ എത്ര പ്രഹരിച്ചിട്ടും മതിവരാത്ത പോലെ. ആദ്യമില്ലായിരുന്നുവെങ്കിൽ അപ്പൊ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നേനെന്ന് ഓർക്കെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നിപ്പോയി അൻഷിന്. അവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ ആരാടാ നീ? ആരോരും ഇല്ലാത്ത അവളെന്റെ ആനിയത്തിയളാ. എന്റെ കൊച്ചിനെ നോവിച്ച നിന്നെ ഞാൻ. കയ്യിൽ കിട്ടി ഇരുമ്പോടി അടുത്ത നിമിഷം തന്നെ അവന്റെ കാലുകൾക്കിടയിലേക്ക് കുത്തിയിറക്കിയ ആൻഷ്. ആർത്ത് കരഞ്ഞുപോയി ദത്തൻ. ഉറക്കെ പ്രാണൻ പോകുന്ന വേദനയിൽ വല്ലാത്തൊരു പുഞ്ചിരി ആ നിമിഷം അൻഷിന്റെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്നു. പാതി ചത്ത പോലെ കിടക്കുന്നവനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് തിരിഞ്ഞടക്കുമ്പോൾ മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു അവനുള്ളിൽ. ആഡ്രിക്, ആദം, ജോൺ. നിലത്ത് കാലുറക്കാതെ കയറി വരുന്ന ആര്യനെ കാണാൻ മനുഷ്യനുള്ള ആളുകളുടെ എല്ലാം മുഖത്ത് വല്ലാത്തൊരു ഞെട്ടൽ നിറഞ്ഞു. ആദ്യമായിട്ടാണ് ആര്യനെ ഇതുപോലൊരു അവസ്ഥയിൽ അവരെല്ലാം കാണുന്നത്. സീതമേന്ദ്രനൊരു പകപ്പോടെ അവനെ നോക്കി. ആര്യ, എന്താ ഇത്? നീ ഇതെന്തൊക്കെയാ? മുത്തശ്ശൻ അവനോടായി ചോദിച്ചു തുടങ്ങിയതും യാതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ അവൻ മുകളിലേക്കുള്ള പടികൾ കയറി. ഒരു നിമിഷം മുഖത്ത് അടിയേറ്റതുപോലെ തറഞ്ഞു പോയിരുന്ന എല്ലാവരും. ഗാർഡ്സ് കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ഫയലിലൂടെ മിഴികൾ പായിക്കുമ്പോൾ ആദത്തിന്റെ കണ്ണുകളൊന്ന് കുറുകി. ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. ഗാർഡ്സിൽ തന്നെ ആഫ്രിക്കൻ വംശജനായ ഒരുവൻ കൊണ്ടുവന്ന വിവരങ്ങളാണത്. അവരുടെ പ്രത്യേക വിഭാഗം ഗോത്രങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു ചികിത്സാ രീതി, അല്ലെങ്കിൽ ആചാരം, ചടങ്ങ്, വിശ്വാസം, അങ്ങനെ എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം. ഹിന്ദു പുരാണത്തിൽ അമരന്മാരാവുന്നതിനായി പാലാഴി കടന്ന് അമൃത് ഭക്ഷിച്ച ഒരു ദേവന്മാരുടെ കഥയുണ്ട്. സത്യമോ മിഥ്യയോ എന്തു തന്നെയാലും അമരൻ എന്നൊരു ലക്ഷ്യത്തിനായി കടമ്പകളേറെ താണ്ടിയ ഒരു കഥ. അതുപോലെ ആ ഗോത്രത്തിനിടയിൽ നിലനിന്നു പോകുന്നൊരു വിശ്വാസമാണത്. മനസ്സും ശരീരവും ഏകാഗ്രമാക്കി പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ. അമരത്വം നേടുന്നതിനായി, നിത്യ യൗവനത്തിനായി കായകൽപ്പം ചെയ്യുന്ന പോലെ അതിന്റെ എല്ലാം എക്സ്ട്രീമായിട്ടുള്ള ഒരു വേർഷൻ. വിരലിലുണ്ടാവുന്നവർ മാത്രമാണ് അത്തരമൊരു കാര്യത്തിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ പൂർണ്ണമായും വിജയം കണ്ട് ജീവനോടെ തിരിച്ചെത്തിയവർ ഉണ്ടോ എന്ന് പോലും അറിയില്ല. സ്വന്തം ജീവൻ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു കളി, അങ്ങനെ പറയാം. 10ഓളം ഘട്ടങ്ങളാണ് ഇതിനുള്ളത്. ഒരു മനുഷ്യൻ ചെകുത്താനായി മാറുന്ന ഒരു കർമ്മം, മനുഷ്യരൂപം കൈകൊണ്ട ചെകുത്താൻ. അതായിരിക്കും ഈ ചികിത്സയുടെ അവസാനം. അയാളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും അവസ്ഥ. ശരീരത്തിന് ഏൽക്കുന്ന വേദന അറിയില്ല. സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് പോലും കറുത്ത നിറമായിരിക്കും. മനുഷ്യനും ആയുധത്തിനും വന്യമൃഗങ്ങൾക്ക് പോലും തോൽപ്പിക്കാനാവാത്തൊരു ചെകുത്താൻ. സർ, 2 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് 2 പേരാണ് ഈ ചികിത്സക്കായി ഗോത്രത്തലവനെ വന്ന് കണ്ടത്. 1 വർഷത്തോളമായിരുന്നു ചികിത്സയുടെ കാലയളവ്. അതിൽ 6 മാസത്തോളം ആയോധന കലകൾ അഭ്യസിപ്പിക്കുന്നതാണ്. ആരാണ് ഈ രണ്ടാമൻ? അതറിയില്ല സർ. ഇവൻ ആദ്യത്തെ ആളുടെ ചിത്രം അവിടെയുള്ള ഒരു കുട്ടി തിരിച്ചറിഞ്ഞു പറഞ്ഞുകൊണ്ടാ സാറ് പറഞ്ഞ ആള് തന്നെയാണ് അതെന്ന് ഉറപ്പിച്ചത്. പിന്നെ അവരെ തിരിച്ചറിയാനുള്ള ഏകമാർഗം അവരുടെ ശരീരത്തിൽ ചെയ്തിരിക്കുന്ന ടാറ്റു ആണ്. അത് വെറുമൊരു ടാറ്റു അല്ല സാർ, 1000-ലേറെ മന്ത്രങ്ങളാണ് അതിലുള്ളത്. ഈ ചികിത്സയുടെ അവസാനം അവരുടെ ശരീരത്തിൽ വരച്ചു ചേർക്കുന്നതാണിത്. ഒരു മനുഷ്യനെ മാത്രമല്ല, വെറിമൂത്ത് വരുന്ന മൃഗത്തിനെ പോലും കണ്ണുകൾ കൊണ്ട് നിയന്ത്രിക്കാനുള്ള ശക്തി ആർജിച്ചവനാണിവർ. ഇത്രയും മെറിറ്റ്സ് ഉള്ള പോലെ തന്നെ ഡീമെറിറ്റ്സ് കൂടിയുണ്ട് ഇതിന്. അയാൾ പറഞ്ഞെത്തിയതും എന്താണെന്നറിയാനായി ലാപ്പിലെ ചിത്രത്തിൽ നിന്ന് മുഖമുയർത്തി അയാളെ നോക്കിയ ആദം. സർ, അത് ദേ ക്യാൻ ലീഡ് എ നോർമൽ മാരീഡ് ലൈഫ്. എന്ന് വെച്ചാ സർ, അവരുടെ ശരീരത്തിന്റെ കാമം എന്ന വികാരം നിറയുമ്പോൾ താപമേറും. അവർക്ക് ചേർന്ന ഇണയെ ലഭിക്കാതെ ആ താപം അടങ്ങില്ല സാർ. ഭൂമിയിൽ ഇവർക്ക് ഒരു ഇണ മാത്രമേ കാണൂ. ഒരാളിൽ മാത്രമേ അവരുടെ ശരീരം തൃപ്തി കാണിക്കൂ. അല്ലാത്ത പക്ഷം 2 ശരീരങ്ങൾക്കും അത് ദോഷമാണ്. അവരുടെ ശരീരം താങ്ങാൻ കെൽപ്പുള്ള ശരീരമല്ല ഇവർ ഇണയായി കണ്ടെത്തുന്നെങ്കിൽ ആ ഇണയുടെ മരണം ദാരുണമായിരിക്കും. നമ്മുടെയൊക്കെ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. അവരുടെ ഇന്റേണൽ ഓർഗൻസ് രക്തത്തിൽ കലങ്ങിയാവും മരണം. അയാൾ പറഞ്ഞെടുത്തുമ്പോൾ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി അയാളെ നോക്കിപ്പോയി ആദം. മീര. ആ ഒരു പേര് മാത്രമേ അവന്റെ മനസ്സിൽ ആ നിമിഷം ഉണ്ടായിരുന്നുള്ളൂ. കണ്ണുകളടച്ച് മയങ്ങിക്കിടക്കുന്നവളെ അത്രമേൽ പ്രണയത്തോടെ നോക്കിയിരുന്നു പോയിരുന്നു ആദി. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയാണ് അവളിൽ.
നേരത്തെ ഒരു ചിരിയോടെ നെറുകയിൽ ചുണ്ട് ചേർത്തൊന്ന് മുത്തിയവൻ. ഇരുവരെയും നോക്കി മാറിയിരിക്കുന്നവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞിരുന്ന അവന്റെ സന്തോഷം അതിന്റെ പരിധികൾ ലംഘിച്ചു പോയിരുന്നു. പാവാണ് ഏട്ടാ, ഒരു കിളിക്കുഞ്ഞിനെ പോലെ. ഇപ്പോഴും എല്ലാത്തിനെയും പേടി തന്നെയാണ് അവൾക്ക്. പറയുമ്പോൾ ആദിയുടെ കണ്ണിൽ ആരോടെയുള്ള പകയെരിഞ്ഞു. അയാൾ അത്ര വേഗം കൊല്ലരുതായിരുന്നു. എന്റെ അപ്പൂനെ ഈ വിധം തടവിലെന്ന പോലെ ഇട്ടയാൾക്ക് ആ ശിക്ഷ പോരായിരുന്നു ഏട്ടാ. മുരണ്ടുകൊണ്ട് പറയുന്നവൻ. ആ കണ്ണിൽ വന്യമായൊരു ഭാവം. എതിരെ നിൽക്കുന്നവരിൽ ഒരു പുഞ്ചിരിയാണ്. അപ്പൂനെ നമുക്ക് ജീവനോടെ തന്നതിന് അയാൾക്ക് കൊടുത്തൊരു ഇളവാണ് അത്ര വേഗമുള്ളൊരു മരണം. അയാളുടെയും ഭാര്യയുടെയും സ്വാർത്ഥത കൊണ്ട് വർഷങ്ങൾക്കിപ്പുറമായാൽ പോലും നമുക്ക് അവളെ തിരിച്ചു കിട്ടിയില്ലേ? അപ്പയും അമ്മയും കായ്മയൊക്കെ ആഗ്രഹിച്ച പോലെ അവള് നിന്റെ തന്നെ ആയില്ലേ? 3 പേർക്കും സന്തോഷമായിരിക്കും. ഇപ്പോ എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങളെ കാണുന്നുണ്ടാവും അവർ. പറയുമ്പോൾ അവന്റെ കണ്ണു നിറഞ്ഞു. ആദിയുടെയും. ഒന്നിനെയും വെറുതെ വിടരുതേട്ടാ. ഒന്നും ഇനി സമാധാനം എന്താണെന്ന് അറിയരുത്. ആദിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി.